നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഹൗ അബൌട്ട് വി ഗോ ഫോർ എ മൂവി ടുനൈറ്റ്? ഇവിടെ നമ്മളൊരാളടുത്ത് ചോദിച്ചിരിക്കുകയാണല്ലേ, അതായത് പോയാലോ, ഒരു ഒപ്പീനിയൻ ചോദിച്ചതാണല്ലേ. ഇങ്ങനെ പോയാലോ, അല്ലെങ്കിൽ അത് പറഞ്ഞാലോ, അത് കണ്ടാലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് ഹൗ അബൌട്ട്. സോ ഹൗ അബൌട്ട് വി ഗോ ഫോർ എ മൂവി ടുനൈറ്റ്? നമുക്കിന്ന് ഒരു സിനിമയ്ക്ക് പോയാലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകണം. നമ്മളിങ്ങനെ ഒരാളടുത്ത് ചോദിക്കുമല്ലോ, ഹൗ അബൌട്ട് വി ഡിസ്കസ് ദിസ് ലേറ്റർ? അതായത് നമുക്കിത് പിന്നീട് ചർച്ച ചെയ്താലോ. അപ്പോൾ ഇവിടെയും നമ്മൾ ഒപ്പീനിയൻ ആണ് ചോദിച്ചത്. സോ ഹൗ അബൌട്ട് വി ഡിസ്കസ് ദിസ് ലേറ്റർ? വേറൊരു എക്സാമ്പിൾ, ഞാൻ സാധനങ്ങൾ വാങ്ങിക്കും, നീ ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ ചെയ്താലോ? അപ്പോൾ നമ്മൾ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചോദിക്കില്ലേ, ഞാനിത് വാങ്ങിക്കാം, നീ അത് ഉണ്ടാക്കിക്കോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ. അതെങ്ങനെയായിരിക്കും പറയാം? ഹൗ അബൌട്ട് ഐ പിക്ക് അപ്പ് ദ ഗ്രോസറീസ് ആൻഡ് യു ഡു ദ കുക്കിംഗ്? അപ്പോൾ ഹൗ അബൌട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഞാൻ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്താലോ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഹൗ അബൌട്ട് യൂസ് ചെയ്തിട്ട് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണ്ടേ? യെസ്, ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. English House. English at your fingertips.